ഉണ്ടാക്കണത്. ആദിക്കുട്ടിയാണ് ഉണ്ടാക്കണത്. ഇതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സവാള അരിയാണ്. ഞാൻ അപ്പോഴേക്കും അവിടെ ചിക്കനൊക്കെ കഴുകി എടുക്കട്ടെ. നമുക്ക് ഇത് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് നല്ല നല്ലോണം മൊരിച്ചെടുക്കണം സവോള. അപ്പൊ മൊരിച്ച സവോളയാണ് ചിക്കനിൽ ആഡ് ചെയ്യണത് അല്ലേ? ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണത്. നമ്മളിങ്ങനെ വേറെ എടുക്കണം. നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. ഇതിങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് ആക്കണം. കൈ ശ്രദ്ധിക്കണേ, കൈ കട്ടായി. തൊട്ടുമൊക്കെ നന്നായി ബിരിയാണി ഉണ്ടാക്കട്ടെ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. രണ്ടാളും നല്ല കുക്കിംഗ് അല്ലേ? യെസ്. ഒരാളിതാ കരഞ്ഞിട്ടൊക്കെയാണ് ഉള്ളി അരിയത്. അപ്പൊ നീയല്ലേ പറഞ്ഞ ആ വെള്ള കളയാതെ അരിഞ്ഞാല് കണ്ണു നീറില്ലാന്ന്. അത് വെറുതെ കേട്ടോ, അതൊക്കെ നീറും. കരഞ്ഞിട്ട് അതാ ഉള്ളി അരിയും. കുറച്ചും കൂടി ഇട്ട് എനിക്കതിൽ അരിയാകുമ്പോ എന്റെ കൈ മുറിയും. അതാ ഞാൻ അരിയാത്തത്. എനിക്കറിയില്ല അതിലരിയാൻ. ഇതും കൂടിയല്ലേ ഉള്ളു. നമ്മളിത് 1 കിലോ ചിക്കനാണ് പറഞ്ഞത്. നമുക്കിവിടെ തൊലിയോട് കൂടിയിട്ടാണ് കിട്ടിയത്. അത് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം, ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ടും വാങ്ങാം. അപ്പൊ നമ്മളതിൽ ഇങ്ങനെ രസമുണ്ട് കേട്ടോ. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ നല്ല ടേസ്റ്റാ. തൊലി പിടിച്ച് കടിച്ചിരിക്കണ രസമുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഫസ്റ്റ്. ഗരം മസാല ഇടണം. മസാല ഇത് പൊരിച്ചെടുക്കാനാട്ടോ അതൊക്കെ. ഗരം മസാല ഗരം മസാല കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് പോണ്ട. മതി 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 മതി. ഗരം മസാല നമ്മൾ എടുത്തത് കുരുമുളക് പൊടി. നമ്മള് അത്യാവശ്യം കുറച്ച് മതി 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 മതി. മഞ്ഞപ്പൊടി, മുളക് പൊടി എടുക്കുക. മഞ്ഞപ്പൊടി കൂടി പൊരിക്കാൻ വേണ്ടിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് തൈര് ചേർക്കണം. തൈര് ചേർത്തിട്ട് നമ്മള് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. ആവശ്യമുണ്ട്. മതി മതി. നമ്മള് അണ്ടിപ്പരിപ്പ് മുന്തിയും വറുത്ത് എടുക്കണം കേട്ടോ. ഇതിൽ തന്നെ ഉള്ളിയും വറുത്തെടുക്കണം. എന്താ പറയാ, എങ്ങനെ പറയാ, സൗണ്ട് ആട്ടി ഇളക്കണം. ഇതിങ്ങനെ മുരിച്ചെടുക്കണം. ഉള്ളി ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അരക്കാനുള്ളത് ചിലക്ക്. ഇനി അമ്മ അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് ചിക്കൻ പൊരിക്കാണ്. റൈസ് ആയിട്ടോ. റൈസ് ആയില്ല, ചിക്കൻ പൊരിക്കണം. അങ്ങനെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബിരിയാണി ആക്കണം അല്ലേ? എന്റെ ഇപ്പൊ അമ്മയുടെ കൈമാറി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചാണ്. പിന്നെ അത് ആക്കണ്ടേ, വീഡിയോ എടുക്കണ്ടേ, ഫോണ് തന്നെ നടക്കില്ലല്ലോ. ചിക്കൻ പൊരിച്ചതായി അല്ലേ? ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് ഇട്ടാ ഒന്ന് കുറച്ചെടുത്തതാണ്. പോയേ ഇത് സ്പൈസസ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചില്ലേ? ഇഞ്ചി കഴിക്കാൻ ഇഷ്ടമല്ലല്ലോ. ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഉറക്കം വരിക കാരണം കേട്ടാ ഞാൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉണ്ണി ഉണ്ടാക്കിയായിരുന്നു.
തൈലിട്ടു. തൈയിലിട്ടു. ഇതിന്റെ പേരെന്താ പറയും പോലെ? ബിരിയാണി അല്ല. 2 തക്കാളി. മുളകുപൊടി. മുളകുപൊടി. നമുക്ക് എരിവ്. കുറച്ച് മഞ്ഞപ്പൊടി. കുറച്ച് മഞ്ഞപ്പൊടി. ഇനി കുറച്ച് ഗരം മസാല ഇടുക. കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പ് കുറവുണ്ടാവും ചിലപ്പോൾ. ഇതിന്റെ കുറച്ച് പകുതി വറുത്ത് വെച്ച ഉള്ളിന്ന് പകുതി മുക്കാൽ. അത് ഇത് ബിരിയാണിയുടെ മേലിടാനായി കുറച്ച് മതി. അപ്പൊ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിട്ടോ. അല്ലെങ്കിലേ നേരം വൈകി. ഇതിൽ നമുക്ക് തൈരും മല്ലിച്ചപ്പും പുതിന. ഇതിലേക്ക് തൈര്. മേലെ പുതിനയില, മല്ലിച്ചപ്പും മിക്സ് ആക്കണം. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് കാണാം. ഇനി നമ്മൾ ഇതിക്ക് റൈസ് ഇടും. ലാസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ലേറ്റായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇത് എടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട്